The IQ10 of embodied. കഴിഞ്ഞ ദിവസം തായ്പേയിൽ നടന്ന ഒരു ഇവന്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒരു വേൾഡ് ബെസ്റ്റ് ഒരു ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനിയാണ് കോൽകോമിന്റെ അണ്ടറിൽ വരുന്ന ഒരു റോബോട്ടിന് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വേദിയിൽ വെച്ച് അത് താഴെ വീഴുക. അതൊരു മനുഷ്യന്മാരെ നമ്മൾ സ്റ്റേജിനകത്തൊക്കെ മറിഞ്ഞു വീഴുന്ന രീതിയിലാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവുക. ഇത് എല്ലാ കമ്പനീസും അവര് ഇതുപോലുള്ള റോബോട്ട്സുകളെ ബിൽഡ് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ കാപ്പബിലിറ്റീസ് മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഒരു ഫൈറ്റിംഗ് ക്ലബ്ബ് വരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, റോബോട്ടിന് വേണ്ടി റെസ്റ്റിൽ ചെയ്ത് അതിന്റെ കോമ്പാക്റ്റബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇത് ഗോയിങ് ഫോർവേഡ് ഇതിന്റെ ഒരു 10 ടൈംസ് ആയിരിക്കും ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഉണ്ടാവുക. അതായത് ഇപ്പം എല്ലാ കമ്പനീസും അതിന്റെ ഒരു കാൽവയ്പ് വെച്ച് കഴിഞ്ഞു. ഓരോ കമ്പനീസും ഇതിന്റെ റോബോട്ടിക്സ് ഫീൽഡിലേക്ക് ഇറങ്ങി. ഇപ്പം എലോൺ മസ്കിന്റെ ഇത് വരുന്നുണ്ട്, അതുപോലെ യൂണിക് ട്രീന്റെ വരുന്നുണ്ട്. ഒരുപാട് കമ്പനീസ് ഇതുപോലെ റോബോട്ട് ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പം ഈ ഒരു ഫ്യൂച്ചർ നിങ്ങൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ചിന്തിക്കുക. കാരണം നിങ്ങൾക്ക് ഒരു ബേസിക് കോഡിംഗ് നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡും കൂടിയാണ് ഈ റോബോട്ടിക്സ്. നിങ്ങൾക്ക് റോബോട്ട്സിനെ ഉണ്ടാക്കുക മാത്രമല്ല അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി ഉണ്ട്, റോബോട്ടിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള വളരെ ചാൻസ് കൂടുതലും കൂടിയാണ്. ഈ ഒരു അവസരം മാക്സിമം മുതലാക്കുക. എൻട്രിയിലെ റോബോട്ടിക്സ് ആൻഡ് AI കോഴ്സ് ഉണ്ട്. ഒരുപാട് ഏരിയാസ് ഇതുപോലെ റോബോട്ടിക് കൺട്രോൾ യൂണിറ്റും ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് സിസ്റ്റവും അതുപോലെ സോഫ്റ്റ്വെയർസും കവർ ചെയ്യുന്ന ഒരു കോഴ്സും കൂടിയാണ്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ DM ചെയ്യുക.